നമസ്കാരം. പ്രധാന വാർത്തകൾ. പട്ടാമ്പി പാലത്തിന് മുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പോലും രാഷ്ട്രീയം കലർത്തുന്ന നിലപാടുകളാണ് MLA ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുന്നതെന്ന് കോൺഗ്രസ്. പാലത്തിലേക്ക് LDF അനുകൂല യുവജന സംഘടനകളെ മാത്രം പ്രവേശിപ്പിച്ച ഇടത് ജനപ്രതിനിധികളുടെയും പോലീസിന്റെയും നടപടി പ്രതിഷേധാർഹം. പുതിയ പാലം നിർമ്മിക്കാൻ എന്താണ് തടസ്സമെന്ന് സർക്കാരും സ്ഥലം MLAയും വ്യക്തമാക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ. അപകട മേഖലയെന്ന് അധികൃതർ കണ്ടെത്തുന്ന പ്രദേശങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ ജനങ്ങൾ മടി കാണിക്കരുതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. തൃശൂർ ജില്ലയിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയം. കളക്ട്രേറ്റിൽ ജില്ലാതല അവലോകന യോഗം. ജില്ലയിൽ മഴ കുറഞ്ഞെങ്കിലും ജാഗ്രത വെടിയരുതെന്ന് ഉദ്യോഗസ്ഥർക്ക് മന്ത്രിയുടെ നിർദ്ദേശം. ഷൊർണൂർ കൃഷിഭവനിൽ നടന്ന മോഷണത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം. വിവിധ പരാതികളിൽ വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ നിലനിൽക്കെ കൃഷിഭവനിൽ നിന്ന് നഷ്ടപ്പെട്ടത് സുപ്രധാന ഫയലുകളെന്ന് കർഷകർ. കമ്പ്യൂട്ടറോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ നഷ്ടപ്പെട്ടിട്ടില്ല. മുഖ്യമന്ത്രിക്കും കൃഷിമന്ത്രിക്കും ഷൊർണൂർ കാരക്കാട് പാടശേഖര സമിതി പരാതി നൽകി. മാന്നന്നൂർ ഉരുക്കുതടയണ പുനർനിർമ്മാണത്തിന്റെ തുടർ പ്രവൃത്തികൾ. പുഴയിലെ ശക്തമായ ഒഴുക്ക് കുറഞ്ഞാൽ പുനരാരംഭിക്കുമെന്ന് പി മമ്മിക്കുട്ടി MLA. പുഴ ഗതിമാറി ഒഴുകുന്ന സാഹചര്യം ഇപ്പോഴുമുണ്ട്. തടയണ പുനർനിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും MLA. ഉരുക്കുതടയണ പ്രദേശം MLA സന്ദർശിച്ചു. വല്ലപ്പുഴ പൊന്മുഖം മലയിലെ മണ്ണെടുപ്പ് സംബന്ധിച്ച പരാതിയെ തുടർന്ന് പ്രദേശത്തെ ഉദ്യോഗസ്ഥരുടെ പരിശോധന. മുഹമ്മദ് മൊഹ്സിൻ MLAയുടെ നേതൃത്വത്തിൽ ജിയോളജി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. മഴ ശക്തമായി തുടരുകയാണെങ്കിൽ മണ്ണിടിച്ചിൽ സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് ഉദ്യോഗസ്ഥ സംഘം. റോഡ് തകർച്ചയ്ക്കെതിരെ മണ്ണൂരിൽ മുസ്ലിം ലീഗ് പ്രതിഷേധം. പള്ളിപ്പടി മംഗല റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്ന ആവശ്യം. ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം. കർക്കിടക വാവുബലിക്ക് നിലയോരത്തെ പുണ്യകേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങളായി. പിതൃക്കളുടെ ആത്മശാന്തിക്കായി ബലിതർപ്പണം നടത്തുക ആയിരങ്ങൾ. പ്രതികൂല കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രത വേണമെന്ന അധികൃതർ. ബലിയിടൽ ചടങ്ങുകൾ പുലർച്ചെ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. പട്ടാമ്പി പാലത്തിൽ നടത്തിയ ശുചീകരണ പ്രവൃത്തികൾ രാഷ്ട്രീയ വിവാദമാകുന്നു. CPM അനുകൂല യുവജന സംഘടനകളെ മാത്രം കടത്തിവിട്ട് ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെയും പോലീസിന്റെയും നടപടി പ്രതിഷേധാർഹമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. പുതിയ പാലം നിർമ്മിക്കാൻ എന്താണ് ഇത്രയും കാലതാമസമെന്നും ഇക്കാര്യത്തിൽ MLAയും സർക്കാരും നിസ്സംഗത തുടരുകയാണെന്നും കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. പ്രളയത്തെ തുടർന്ന് അടച്ചിട്ട പട്ടാമ്പി പാലം കാൽനടയാത്രയ്ക്കായി തുറന്നുകൊടുക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ 2 ദിവസമായി പാലത്തിന് മുകളിൽ നടത്തിയ ശുചീകരണ പ്രവൃത്തികളെ സംബന്ധിച്ചാണ് ഇപ്പോൾ രാഷ്ട്രീയ വിവാദം. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് CPM അനുകൂല യുവജന സംഘടനകളെ മാത്രമാണ് കടത്തിവിട്ടതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. യൂത്ത് കെയർ അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകൾ സ്ഥലത്തുണ്ടായിരുന്നിട്ടും DYFI യൂത്ത് ബ്രിഗേഡ് സംഘങ്ങളെ മാത്രം കടത്തിവിടുകയായിരുന്നുവെന്നും ഇത് MLAയുടെ നിർദ്ദേശപ്രകാരമാണെന്നും ഇത് അല്പത്തരവും വലിയ വിവേചനവുമാണെന്നും കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. ആ പട്ടാമ്പിയിലെ ദുരന്തത്തെ ഇടതുപക്ഷം മാറ്റി എന്നുള്ളത് വളരെ ഖേദകരമാണ്. പട്ടാമ്പിയിലെയും പാലത്തിനപ്പുറത്തെ ജനങ്ങളുടെയും അവസ്ഥ കണക്കിലെടുത്ത് പട്ടാമ്പിയിൽ പുതിയ പാലം നിർമ്മിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. 5 വർഷത്തോളമായി പുതിയ പാലം വരുമെന്ന് പറഞ്ഞിട്ട് പാലം നിർമ്മിക്കാൻ എന്താണ് ഇത്രയും അധികം കാലതാമസം? കൊച്ചിൻ പാലവും പുലാമന്തോൾ പാലവും തകർന്നപ്പോൾ അവിടെ പാലം യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിച്ചിരുന്നു. പട്ടാമ്പിയിൽ പുതിയ പാലം നിർമ്മിക്കാൻ MLAയും സർക്കാരും നിസ്സംഗത കാണിക്കുകയാണെന്നും കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. നിർഭാഗ്യവശാൽ പട്ടാമ്പിയുടെ അവസ്ഥ മനസ്സിലാക്കി, ആവശ്യം മനസ്സിലാക്കി അതിനൊരു യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള ഒരു മൂവ്മെന്റ് എന്തുകൊണ്ടോ ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കറിയാം, ചെറുതുരുത്തി പാലം തകരാറായപ്പോൾ വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഒരു കൊല്ലം തയ്ച്ചിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ പുനർനിർമ്മാണം പുതിയ പാലം വന്നു. കൊച്ചി പാലം, പഴയ കൊച്ചി പാലം ബ്രിട്ടീഷുകാരുടെ. അതേപോലെ തന്നെ പ്ലാവന്തോൾ പാലം നമുക്കറിയാം. ആ പ്ലാവന്തോൾ പാലം CPM MLA. അതേപോലെ തന്നെ ഈ 2 പാലങ്ങളും മാസങ്ങൾക്കകമാണ് പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു. എന്താണ് പട്ടാമ്പി പാലം നിർമ്മിക്കാൻ ഇത്രമാത്രം പ്രയാസം എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അപകട മേഖലയെന്ന് അധികൃതർ കണ്ടെത്തുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാകണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. തൃശൂരിൽ ജില്ലാതല ഉദ്യോഗസ്ഥരുമായി ചേർന്ന അവലോകന യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പകൽ സമയത്ത് തന്നെ ക്യാമ്പുകളിലേക്കോ മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്കോ മാറാൻ ജനങ്ങൾ തയ്യാറാകണം. രാത്രികാലങ്ങളിൽ മാറുന്നത് ഒഴിവാക്കണം. തൃശൂർ ജില്ലയിൽ നിലവിലെ സ്ഥിതികൾ നിയന്ത്രണ വിധേയമാണ്.
വിവിധ വകുപ്പുകളും ജനപ്രതിനിധികളും ഏകോപിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. നിലവിൽ 144 ക്യാമ്പുകളിലായി 2984 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ആകെ 7864 പേരാണുള്ളത്. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് ഇറങ്ങാത്തതും മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നതാണ് ക്യാമ്പുകൾ വർദ്ധിക്കാൻ പ്രധാന കാരണം. മണലി, കുറുമാലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് അപകടനിലയുടെ മുകളിലാണ്. ഭാരതപ്പുഴ, ചെറുതുരുത്തി, ആളൂർ എന്നിവ മുന്നറിയിപ്പ് നിലയുടെ മുകളിലാണ്. പീച്ചി, വാഴാനി, ചിമ്മിണി, പൂമല, അസുരൻകുണ്ട്, പത്താഴക്കുണ്ട്, പെരിങ്ങൽകുത്ത് ഡാമുകളിൽ നിന്നും ജലം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. ഓഗസ്റ്റ് 2 രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതിപഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് കടൽക്ഷോഭമുണ്ടാവാൻ ഇടയുള്ളതിനാൽ അപകട മേഖലയിൽ നിന്നും മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാകണം. ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആരും സാഹസികത കാണിക്കാതെ സംയമനം പാലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ഡാമുകളെ സംബന്ധിച്ച് ഉയർന്നിരിക്കുന്ന പശ്ചാത്തലം വടക്കാഞ്ചേരിയിലെ അകമല, ചേലക്കര, പാഞ്ഞാൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലിന്റെ സാധ്യതയെക്കുറിച്ച് ഇന്നലത്തെ യോഗത്തിൽ ജിയോളജിസ്റ്റ് സൂചിപ്പിച്ചിരുന്നു. വടക്കാഞ്ചേരി MLAയും വളരെ ഗൗരവപൂർവ്വം ഈ കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശങ്ങളിലെ നിവാസികളെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മാധ്യമ സുഹൃത്തുക്കളോട് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്, പാനിക് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള അമിതമായ ഒരു വേവലാതി ജനങ്ങൾക്കുണ്ടാക്കുന്ന തരത്തിലുള്ള രീതിയിലുള്ള അറിയിപ്പുകൾ ദയവ് ചെയ്ത് നിങ്ങൾ കൈകാര്യം ചെയ്യരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. വേണ്ടുന്നതായിട്ടുള്ള എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അപകട സാധ്യത ഉള്ള സ്ഥലങ്ങളിലെ ആളുകളെ നമുക്ക് മാറ്റി താമസിപ്പിക്കാനൊക്കെ ഉദ്യോഗസ്ഥ സംവിധാനവും ജനപ്രതിനിധികളും കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. സന്നദ്ധ സംഘടനകളും നല്ല നിലയിൽ ഫീൽഡിലുണ്ട്. അങ്ങനെ ഏകോപിതമായ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രണ വിധേയമായിട്ടാണ് പോകുന്നത്. വയനാട് ഉരുൾപൊട്ടലുണ്ടായ ദുരന്ത പ്രദേശത്തേക്ക് 9 മൊബൈൽ ആംബുലൻസുകൾ, ആരോഗ്യ സംവിധാനങ്ങൾ എന്നിവ തൃശ്ശൂരിൽ നിന്ന് അയച്ചിട്ടുണ്ട്. ഇതുകൂടാതെ അവശ്യവസ്തുക്കളുടെ ശേഖരണത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും 6 ട്രക്കുകളിലായി സാധനങ്ങൾ കയറ്റി അയച്ചതായും മന്ത്രി അറിയിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ADM T മുരളി, അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ കളക്ടറേറ്റിൽ ചേർന്ന ജില്ലാതല ഉദ്യോഗസ്ഥ യോഗം കാലവർഷക്കെടുതി വിലയിരുത്തി. ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മഴ കുറവാണെങ്കിലും ജനങ്ങൾ ജാഗ്രത വെടിയരുതെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. വടക്കാഞ്ചേരി നഗരസഭയിലെ അകമല മേഖലയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തിയതിനെ തുടർന്ന് മുൻകരുതൽ നടപടിയുടെ ഭാഗമായി പ്രദേശവാസികളെ ബന്ധുവീടുകളിലേക്കും ക്യാമ്പുകളിലേക്കും മാറ്റിയതായി യോഗത്തിൽ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ചേലക്കര പാഞ്ഞാൾ പഞ്ചായത്തിൽ ഒലിപ്പാറക്കുന്നിൽ 42ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന വീടുകളുടെ മുകൾ വശത്തായി മണ്ണ് അടർന്നു വീഴുന്ന സാഹചര്യം കണ്ടെത്തിയതിനെ തുടർന്ന് കുടുംബങ്ങളെ മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിച്ചു. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപം മണ്ണിടിച്ചിൽ അടിയന്തരമായി പരിശോധിക്കാൻ ജിയോളജിസ്റ്റിന് യോഗം നിർദ്ദേശം നൽകി. ക്യാമ്പുകളിൽ നിന്ന് തിരിച്ചു വീടുകളിലേക്ക് മടങ്ങുന്നതിന് മുമ്പായി വീടും പരിസരവും ശുചീകരിക്കാൻ സന്നദ്ധ പ്രവർത്തകരുടെ സേവനം യോഗത്തിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആവശ്യപ്പെട്ടു. കോളേജുകളിലെ NCC NSS വോളണ്ടിയർമാരുടെ സേവനം ഇതിനായി ഉപയോഗിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചാഴൂർ പഞ്ചായത്തിലെ കമാൻഡോ മുഖം സ്ലൂയിസ് ശക്തമായ ഒഴുക്കിനെ തുടർന്ന് പൊട്ടിപ്പോയതിനാൽ പ്രദേശത്തെ കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ ജോലിക്കാരെ നിയോഗിച്ച് അടിയന്തര പരിഹാരം കാണാനും മന്ത്രി നിർദ്ദേശം നൽകി. യോഗത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, പാഴൂർ, ചേർപ്പ്, പാറളം പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ADM T മുരളി, അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ, മറ്റ് ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വല്ലപ്പുഴ പൊന്മുഖം മലയിൽ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം നിലവിൽ ആശങ്കയ്ക്കിടയില്ലെന്ന് ഉദ്യോഗസ്ഥ സംഘം വ്യക്തമാക്കി. മുഹമ്മദ് മുഹ്സിൻ MLAയുടെ നേതൃത്വത്തിൽ ജിയോളജി, റവന്യൂ ഉദ്യോഗസ്ഥർ മലയുടെ പ്രദേശത്ത് സന്ദർശനം നടത്തി. മഴ ശക്തമായി തുടരുകയാണെങ്കിൽ മണ്ണിടിച്ചിലിന് സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് ഉദ്യോഗസ്ഥ സംഘം പറഞ്ഞു. വല്ലപ്പുഴ നെല്ലായ പഞ്ചായത്ത് അതിർത്തിയിലുള്ള
പൊന്മുഖമലയിൽ കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ നടക്കുന്നതായിട്ടുള്ള ഭീതി ഉയർന്നിരുന്നു. ഇക്കാര്യം നാട്ടുകാർ ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. വെള്ളിയാഴ്ച ജനപ്രതിനിധികളും റവന്യൂ ഉദ്യോഗസ്ഥ സംഘവും ഇതുമായി ബന്ധപ്പെട്ട് മലയുടെ അടിവാരത്ത് എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിൽ ആശങ്കയ്ക്ക് ഇടയില്ലെന്നും എന്നാൽ മഴ ശക്തമായി തുടർന്നാൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്നുമാണ് ഉദ്യോഗസ്ഥ സംഘത്തിൻ്റെയും നിലപാട്. അത്തരം സാഹചര്യം ഉണ്ടാവുകയാണെങ്കിലും പ്രദേശവാസികളെ മാറ്റി പാർപ്പിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും സ്ഥലം സന്ദർശിച്ച മുഹമ്മദ് മുഹസിൻ MLA സൂചിപ്പിച്ചു. അവർ നേരത്തെ തന്നെ വന്ന് പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അപകടങ്ങൾ താഴെ രൂക്ഷമായ തരത്തിലുണ്ടാകുമോ എന്നുള്ളത് പരിശോധിക്കും. അങ്ങനെ ആവശ്യമാണെങ്കിൽ മാത്രം ആളുകളെ മാറ്റി താമസിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും. അതല്ലെങ്കിൽ എന്തായിരുന്നാലും കനത്ത മഴ വരുന്ന സമയത്ത് ആളുകൾ എന്തായാലും ഈ പ്രദേശത്ത് ജാഗ്രത പുലർത്തേണ്ടതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വലിയ ഹെവി മഴയാണ്, ഒരു പരിധി വിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ മാറി താമസിക്കുന്നതാണ് ഏറ്റവും ഉചിതമെന്നാണ് കാണുന്നത്. എന്തായിരുന്നാലും അതൊന്ന് പരിശോധിക്കാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുന്നതാണ്. വല്ലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ്, ഡെപ്യൂട്ടി തഹസിൽദാർ VP സെയ്ദ് മുഹമ്മദ്, മറ്റു ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ഒറ്റപ്പാലത്തെ പ്രളയബാധിത മേഖലകളിൽ ശുചീകരണവുമായി കോൺഗ്രസ്. പ്രദേശത്ത് 50ഓളം വീടുകളാണ് കോൺഗ്രസ് പ്രവർത്തകർ വൃത്തിയാക്കിയത്. ഒറ്റപ്പാലത്ത് പ്രളയം ബാധിച്ച മേഖലകളിലെ 50ഓളം വീടുകളും പരിസരങ്ങളുമാണ് കോൺഗ്രസ് പ്രവർത്തകർ വൃത്തിയാക്കിയത്. ഒറ്റപ്പാലം നഗരത്തിൽ ശാന്തിനഗർ, തൊണ്ടി, സെമാൾക്ക് ആശുപത്രിക്ക് മുൻവശം, കാഞ്ഞിരക്കടവ് എന്നിവിടങ്ങളിലാണ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് NK ജയരാജന്റെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത്, ബ്ലോക്ക് ഭാരവാഹികളായ NK കൃഷ്ണൻകുട്ടി, K കബീർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് NK ശ്രീജേഷ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P മായ, മണ്ഡലം പ്രസിഡന്റ് രഞ്ജിനി വിനോജ്, കൗൺസിലർമാരായ ആതിര നാരായണൻ, PT രാധ, KSU ബ്ലോക്ക് പ്രസിഡന്റ് B ജിത്തു, നേതാക്കളായ PS ജഗദീഷ് ശങ്കർ, സലീം പിലാത്തറ, അബ്ദുൾ ബഷീർ, M മൂസ, അയ്യൂബ് നാലകത്ത്, സജിത സന്തോഷ്, ഗിരിജ പ്രശാന്ത്, K ഭാഗ്യലത, N ബിന്ദു, P ഭാഗ്യലക്ഷ്മി, NK പ്രസാദ്, N രാമകൃഷ്ണൻ, മുഹമ്മദ് ഫസൽ, TK സരസ്വതി തുടങ്ങിയവർ യജ്ഞത്തിൽ പങ്കാളികളായി. ജന്തുക്കൾ ഉൾപ്പെടെ കടന്നുകൂടി വല്ലാത്ത ഒരു മാരകമായ അവസ്ഥയിലാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഒറ്റപ്പാലം ടൗണിൽ തന്നടി ബസാർ, തുണ്ടി മേഖല, അതുപോലെ തന്നെ സെമാൽക്ക് ഹോസ്പിറ്റൽ ഫ്രണ്ട് വശം ഉൾപ്പെടെയുള്ള കാഞ്ഞിരക്കടവ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ എല്ലാ വീടുകളിലും വ്യാപകമായ രീതിയിൽ വെള്ളം കയറി എല്ലാം നശിച്ച് വളരെ പ്രയാസത്തിലാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ. പ്രളയം സംഭവിച്ച ദിവസം രാവിലെ മുതൽ ഒറ്റപ്പാലത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ ഇവിടെ മുഴുവൻ സമയ പ്രവർത്തനങ്ങളുമായി, രക്ഷാപ്രവർത്തനങ്ങളുമായിട്ട് സജീവമായിട്ട് ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ കൃഷിഭവനിൽ നടന്ന മോഷണത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം. വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാത്തത് സംശയാസ്പദമാണ്. വിവിധ പരാതികളിൽ വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ നിലനിൽക്കെ സുപ്രധാന ഫയലുകളാണ് കൃഷിഭവനിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് കാരക്കാട് പാടശേഖര സമിതി സെക്രട്ടറി C ബിജു ചൂണ്ടിക്കാട്ടി. ലാപ്ടോപ്പും സ്കൂട്ടറും ഉൾപ്പെടെ വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും കൃഷിഭവനിൽ നിന്ന് നഷ്ടമായിട്ടില്ല. സുപ്രധാനമായ ഫയലുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇത് സംശയാസ്പദമാണെന്ന് ചൂണ്ടിക്കാട്ടി ഷൊർണൂർ കാരക്കാട് പാടശേഖര സമിതി സെക്രട്ടറി C ബിജു മുഖ്യമന്ത്രിക്കും കൃഷിവകുപ്പ് മന്ത്രിക്കും പരാതി നൽകി. കൃഷിഭവനിൽ നടന്ന മോഷണത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നാണ് ആവശ്യം. മുൻ കൃഷി ഫീൽഡ് ഓഫീസർ അനധികൃതമായി പ്രസിദ്ധീകരിച്ച ഡാറ്റാ ബാങ്ക്, നെൽപ്പാടം നികത്തുന്നതിന് അനുമതി നൽകിയ വിവാദ ഉത്തരവ് ഉൾപ്പെടെ വിവിധ പരാതികളിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് കൃഷിഭവനിൽ മോഷണം നടന്നിരിക്കുന്നത്. ഓണച്ചന്തയിൽ നടന്ന ലക്ഷങ്ങളുടെ അഴിമതി സംബന്ധിച്ച പരാതിയിലും വിജിലൻസ് കേസുകൾ നിലനിൽക്കുകയാണ്. കൃഷിഭവനിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിയതിനെതിരെ വകുപ്പുതല അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ഇതിനിടെയാണ് സുപ്രധാനമായ ഫയലുകൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. കൃഷിഭവനിൽ നടന്ന മോഷണത്തിൽ ദുരൂഹതയുണ്ടെന്നും ശക്തമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും കാരക്കാട് പാടശേഖര സമിതി സെക്രട്ടറി C ബിജു ആവശ്യപ്പെട്ടു. കാരണം ഈ മറ്റ് വിലക്കുള്ള സാധനങ്ങൾ പോവാതെ കൃഷിഭവനകത്തുള്ള പഴയകാല ലഡ്ജറുകളും ഫയലുകളും സ്റ്റേറ്റ്മെന്റൊക്കെയാണ് നഷ്ടപ്പെട്ടതായുള്ള അലമാറകൾ കുത്തി തുറന്ന് നടത്തിയത്. അപ്പോൾ അത്തരം
ഈ മോഷണ ശ്രമത്തിനെതിരെ അതീവ ഗൗരവത്തോടുകൂടി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഷൊർണൂർ നഗരസഭ കൃഷിഭവനിലെ കർഷകർക്ക് വേണ്ടി കാരക്കാട് പാടശേഖര സമിതി പരാതി നൽകിയിട്ടുണ്ട്. ഷൊർണൂർ ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ മുഖ്യമന്ത്രിയും ആയിട്ടുള്ള പിണറായി വിജയനും പരാതി അയച്ചിട്ടുണ്ട്. കാരണം ഉദ്യോഗസ്ഥർക്ക് നടക്കുന്ന ഇത്തരം അഴിമതിക്കാർക്കെതിരെ അന്വേഷണം നടത്തി തക്കതായ ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള പരാതിയാണ് വീണ്ടും കൊടുത്തിരിക്കുന്നത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ശാരീരികമായി പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. കൊല്ലം പൊന്മന സ്വദേശി മൂനം വീട് കോളനിയിലെ നിയാസിനെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ SP നവനീത് ശർമ്മ IPS, ഇരിങ്ങാലക്കുട DYSP KG സുരേഷ് എന്നിവരുടെ നിർദ്ദേശപ്രകാരം ആളൂർ SHO KM ബിനീഷാണ് പ്രതി നിയാസിനെ അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയെ 2ലേറെ തവണ ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിന് പരാതി നൽകിയതോടെ ഒളിവിൽ പോകാൻ ശ്രമിച്ച നിയാസിനെ കൊല്ലം പന്മനയിലുള്ള വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. രാവിലെ ആളൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ പെൺകുട്ടി തിരിച്ചറിഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ നിയാസിനെ റിമാൻഡ് ചെയ്തു. ആളൂർ SIമാരായ KS സുബിന്ദ്, KK രഘു, ASI മിനിമോൾ, സിവിൽ പോലീസ് ഓഫീസർമാരായ സവീഷ് ഹരികൃഷ്ണൻ, ഡ്രൈവർ അനീഷ്, DYSPയുടെ ക്രൈം സ്ക്വാഡ് അംഗം ജീവൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഭാരതപ്പുഴയിലെ വാണിയംകുളം മാന്നന്നൂർ ഉരുക്കുതടയണ പുനർനിർമ്മാണത്തിന്റെ തുടർ പ്രവൃത്തി മഴക്കാലം കഴിഞ്ഞാൽ പുനരാരംഭിക്കുമെന്ന് P മമ്മിക്കുട്ടി MLA. ഉരുക്കുതടയണ പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MLA. നിലവിൽ ഉരുക്കുതടയണയുടെ തകർച്ച പരിഹരിക്കാൻ നിർമ്മിച്ച സംരക്ഷണ ഭിത്തികളുടെ നിർമ്മാണം പൂർത്തിയായ വശങ്ങളിൽ കൂടി പുഴ ഗതിമാറി ഒഴുകുന്നുണ്ട്. ഇതുമൂലം കൂടുതൽ കൃഷിഭൂമിയും പുഴയോട് ചേർന്നിട്ടുണ്ട്. ഇതെല്ലാം പരിഹരിച്ചായിരിക്കും തുടർ പ്രവർത്തനങ്ങൾ നടത്തുകയെന്ന് MLA അറിയിച്ചു. ഭാരതപ്പുഴയിലെ കുത്തൊഴുക്ക് കുറഞ്ഞാൽ തുടർ പ്രവർത്തനം ആരംഭിക്കും. കാലവർഷം ശക്തമായതോടെയാണ് പുനർനിർമ്മാണം നിർത്തിവെച്ചത്. 15 ദിവസം കൂടി മഴ വിട്ടുനിന്നിരുന്നെങ്കിൽ പ്രവൃത്തി പൂർത്തിയാകുമായിരുന്നു. കാലവർഷം ആദ്യം എത്തിയതോടെയാണ് പുനർനിർമ്മാണ പ്രവൃത്തി തടസ്സപ്പെട്ടത്. നിർമ്മാണത്തിനെത്തിച്ച സാധന സാമഗ്രികൾ വരെ പുഴയിലൂടെ ഒലിച്ചുപോകുന്ന സ്ഥിതിയുണ്ടായി. ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിലവിലുണ്ടായിരുന്ന ഉരുക്കുതടയണയുടെ വലതുകര സംരക്ഷണ ഭിത്തി 2018 പ്രളയത്തിൽ തകർന്ന് വെള്ളം കയറി 50 മീറ്ററോളം നദീതീരം നശിച്ചിരുന്നു. പുഴ ഗതിമാറി ഒഴുകി വൻതോതിൽ കൃഷിനാശമുണ്ടായി. മാന്നന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുവരെ വെള്ളമെത്തി. P മമ്മിക്കുട്ടി MLAയുടെ നിരന്തര ഇടപെടലോടെയാണ് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12.16 കോടി രൂപ ചെലവിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനായത്. പ്രവൃത്തി അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് ശക്തമായ മഴയുണ്ടായത്. ഇതോടെ പ്രവൃത്തി നിർത്തിവെക്കുകയായിരുന്നു. നിലവിലുള്ള വാട്ടർ അതോറിറ്റി പമ്പിംഗ് സ്റ്റേഷനിലേക്ക് ജലം എത്തിക്കുക, തകർന്ന ചെക്ക് ഡാമിന് റെഗുലേറ്ററിംഗ് ഷട്ടറുകൾ സ്ഥാപിച്ച് അതിലൂടെ വെള്ളപ്പൊക്ക നിയന്ത്രണം ഫലപ്രദമായി നടത്തുക, സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത് മൂലം തകർന്ന നദിയുടെ തീരങ്ങൾ ശക്തിപ്പെടുത്തുകയും വെള്ളപ്പൊക്കം തടയുകയും ചെയ്യുക, ഭൂഗർഭ ജലലഭ്യത വർദ്ധിപ്പിക്കുക എന്നിങ്ങനെയായിരുന്നു പദ്ധതി. എന്തായാലും ഈ മഴ ഒന്ന് അവസാനിച്ച് ഭാരതപ്പുഴയിലത്തെ നീരൊഴുക്ക് പൂർണ്ണമായി തീർന്നതിന് ശേഷം മാത്രമേ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ പറ്റൂ. അപ്പോൾ ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ഈ വെള്ളക്കെട്ടിൻ്റെ ശക്തിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ പണി പൂർത്തിയാക്കിയ റിട്ടൈനിങ് വാളിനും അതുപോലെ തന്നെ സംരക്ഷണ ഭിത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുകൂടി ചർച്ച ചെയ്യാൻ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കി കൂടുതൽ കാലത്തേക്ക് ലൈഫ് കിട്ടുന്ന രൂപത്തിൽ ഈ ഉരുക്കുതടയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംരക്ഷണ ഭിത്തികളും അതുപോലെ തന്നെ ഉരുക്ക് തടയുടെ സേവവും പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം എത്രയും വേഗം ആരംഭിക്കണമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ഒരവസ്ഥയെ സംബന്ധിച്ച് ബന്ധപ്പെട്ട കിറ്റ്കിൻ്റെ സിഇഒയുമായി അതുപോലെ തന്നെ സിഇയുമായും സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുമായും ഒക്കെ സംസാരിച്ചിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P ഹരിദാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ സുജിത് P രാജ്, VP ജയപ്രകാശ്, EP രഞ്ജിത്ത് എന്നിവരും P മമ്മിക്കുട്ടി MLAക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കർക്കിടക വാവ് ബലിക്ക് നിലയോരത്തെ പുണ്യകേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങളായി. പാമ്പാടി ഐവർമഠം, ചെറുതുരുത്തി പങ്ങാവ്, മിത്രാനന്തപുരം തുടങ്ങി ഭാരതപ്പുഴയോരത്തെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. പ്രതികൂല കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ബലിതർപ്പണത്തിലെത്തുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
ശനിയാഴ്ച പുലർച്ചെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ശനിയാഴ്ച ബലിതർപ്പണത്തിനായി ക്ഷേത്രത്തിലെത്തുന്നവർ സുരക്ഷിതമായി ബലിതർപ്പണം നടത്താൻ ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പുമായി പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര. പോലീസ്, ഫയർഫോഴ്സ് അധികൃതരുടെ സാന്നിധ്യം ബലിതർപ്പണ സമയത്ത് ഉണ്ടാകാനും ജില്ലാ കളക്ടറുടെ നിർദ്ദേശമുണ്ട്. പുഴകളിൽ ആഴമുള്ള ഭാഗത്ത് വടം വലിച്ചുകെട്ടി സുരക്ഷിതമാക്കാനും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആഴവും ഒഴുക്കും കുറഞ്ഞ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ മാത്രം ബലിതർപ്പണം അനുവദിക്കാനും നിർദ്ദേശമുണ്ട്. ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് പോലീസ്, ഫയർഫോഴ്സ്, വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അധികൃതരുടെ സാന്നിധ്യമുണ്ടാകാനും ജില്ലാ കളക്ടറുടെ നിർദ്ദേശമുണ്ട്. അതാത് സ്ഥലങ്ങളിലെ കടവുകളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച മേൽനോട്ടം പ്രദേശത്തെ തഹസിൽദാർമാരും RDOയും ഉറപ്പാക്കണമെന്നും കളക്ടർ നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശനിയാഴ്ച നടക്കുന്ന കർക്കിടകവാവ് ബലിതർപ്പണത്തിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ പൂർത്തീകരിച്ചതായി ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. ആചാര്യന്മാരായ മണികണ്ഠൻ, രാജേഷ് എന്നിവർ പിതൃതർപ്പണ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. ശനിയാഴ്ച രാവിലെ 3 മണിക്ക് തന്നെ ക്ഷേത്രത്തിൽ പിതൃതർപ്പണ കർമ്മങ്ങൾക്ക് തുടക്കമാകും. ക്ഷേത്ര മേൽശാന്തി ഗോദശർമ്മൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാതിലക ഹോമവും മഹാസായുജ്യ പൂജയും നടക്കും. പിതൃതർപ്പണ ചടങ്ങുകൾക്കായി ക്ഷേത്രത്തിലെത്തുന്നവർക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള പ്രത്യേക സൗകര്യവും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വസ്ത്രങ്ങൾ മാറുന്നതിനും കുളിക്കുന്നതിനുമായി പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഡോക്ടർമാരുടെ സേവനവും ആംബുലൻസ് സേവനവും സജ്ജീകരിച്ചിട്ടുണ്ട്. ഏകദേശം 5000-ഓളം പേർക്ക് പിതൃതർപ്പണ ചടങ്ങുകൾ നടത്താനുള്ള സൗകര്യമാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് ക്ഷേത്രം ഭാരവാഹികളായ മാനേജർ MA രാജു, ചെയർമാൻ രാമു ചാത്തനാത്ത്, ആചാര്യൻ മണികണ്ഠൻ തുടങ്ങിയവർ പറഞ്ഞു. 2 വശങ്ങളിലായി 2 സൈഡിലായിട്ട് 2 ആചാര്യന്മാരുടെ നേതൃത്വത്തിലാണ് കർക്കിടക ബലി ചെയ്യുന്നത്. ഏകദേശം 5000 പേർക്കുള്ള സൗകര്യമാണ് ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. ശനിയാഴ്ച കാലത്ത് 3 മണി മുതൽ തന്നെ ഇവിടെ ഈ ബലികർമ്മങ്ങൾ ആരംഭിക്കും. ഭക്തജനങ്ങൾക്ക് ഇവിടെ വന്ന് രസീതാക്കാനുള്ള സൗകര്യമുണ്ട്. 2 കൗണ്ടറുകളിലായിട്ട് 2 കൗണ്ടർ പ്രവർത്തിക്കുന്നുണ്ടാവും. ക്ഷേത്രത്തിനകത്ത് മഹാതിലഹോമം നടത്താനുള്ള കൗണ്ടർ, അതുപോലെ ബലിതർപ്പണത്തിന് ഈ ക്ഷേത്രത്തിൻ്റെ പുഴയോട് ചേർന്നിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൽ ബലിതർപ്പണം ചെയ്യുവാനുള്ള കൗണ്ടർ വ്യവസ്ഥകൾ ഉണ്ടായിരിക്കും. അതുപോലെ അമ്മമാർക്ക്, സഹോദരിമാർക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതുപോലെ ഇവിടെ അന്നദാനം, ഭക്ഷണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അതിനുള്ള വിപുലമായ സൗകര്യങ്ങളുണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പുതുക്കി പണിത് വർഷങ്ങൾ പിന്നിടും മുമ്പേ മലമ്പുഴ വാരാണി പാലം തകർന്നു. പാലം തകർന്നതോടെ നിരവധി പേരുടെ യാത്രാ സൗകര്യം മുടങ്ങിയിരിക്കുകയാണ്. പാലം തകർന്നതോടെ മലമ്പുഴ പഞ്ചായത്തിലെ കാരക്കാട്, തൂതപ്പള്ളം, കാഞ്ഞിരക്കടവ്, വാരാണി, അക്കരക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് യാത്രാ സൗകര്യം അപ്രാപ്യമായിരിക്കുകയാണ്. മലമ്പുഴ പഞ്ചായത്തിൻ്റെ രൂപീകരണ കാലത്തോളം പഴക്കമുള്ള വാരാണി പാലം ഒരു പതിറ്റാണ്ട് മുമ്പെയാണ് പുതുക്കി പണിതത്. പാലം വീണ്ടും തകർന്നതോടെ 2021 MLA A. പ്രഭാകരൻ്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ബലപ്പെടുത്തി. ഈ പാലമാണ് വീണ്ടും തകർന്നത്. കടുക്കാങ്കുന്നം മേൽപ്പാലം തുടങ്ങുന്ന റോഡിൽ നിന്നും വാരാണി ഭാഗത്തേക്കുള്ള റോഡ് വീതി കൂട്ടുന്നതിനായി സ്ഥലം വിട്ടു നൽകാൻ പ്രദേശവാസികൾ തയ്യാറാണെങ്കിലും സ്ഥലമേറ്റെടുക്കൽ നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. പ്രളയകാലത്ത് തകർന്ന പാലം നിർമ്മിക്കുന്നതിനു വേണ്ടി നിരവധി ഉറപ്പുകൾ വന്നെങ്കിലും ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല. മലമ്പുഴ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഉൾപ്പെട്ട ജനങ്ങളാണ് റോഡിൻ്റെയും പാലത്തിൻ്റെയും ശോച്യാവസ്ഥയിൽ ദുരിതത്തിലായത്. കാരക്കാട്, കുനുപ്പുള്ളി, തൂപ്പള്ളം ഭാഗങ്ങളിലുള്ളവർക്ക് പാലക്കാട് എത്തുന്നതിന് എളുപ്പമാർഗമാണ് വാരാണിപ്പാലം വഴിയുള്ള യാത്ര. പ്രദേശവാസികൾക്ക് എളുപ്പത്തിൽ ടൗണിലെത്താവുന്ന കുനുപ്പുള്ളി പാലക്കാട് ബസ് സർവീസും പാലത്തിൻ്റെയും റോഡിൻ്റെയും ശോച്യാവസ്ഥ മൂലം നിർത്തിവെച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ പള്ളിപ്പടി മംഗല റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തി. ഉപവാസ സമരം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് TS സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. അത് കണ്ടിൽ നടക്കാൻ പറ്റില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇത്തരം ഒരു സമരത്തിന് രൂപം നൽകിയത്. ഇത് ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു, ജല അതോറിറ്റി എവിടെയൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. പല പഞ്ചായത്തുകൾ ഇതുപോലെയുള്ള ദുഷ്കരമായ സഞ്ചാരയോഗ്യമായ റോഡുകൾ അത് സഞ്ചാരയോഗ്യമല്ലാത്ത രൂപത്തിലേക്ക് മാറ്റിമറിക്കാറുണ്ട്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഒരു സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുക എന്നത് ഗുരുതരമായ കുറ്റവിലോപമാണ്.
മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖിന്റെ നേതൃത്വത്തിലാണ് ഏകദിന ഉപവാസം സംഘടിപ്പിച്ചത്. ഉപവാസ സമരത്തിൽ പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി MS നാസർ മുഖ്യപ്രഭാഷണം നടത്തി. ലീഗ് കോങ്ങാട് മണ്ഡലം പ്രസിഡന്റ് സലാം തറയിൽ, നിസാമുദ്ദീൻ പൊന്നങ്കോട്, ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് PA ഷൌക്കത്ത്, ഖാദർ പൊന്നങ്കോട്, PA അശ്വജിത്ത്, സക്കറിയ, സ്വാമിനാഥൻ, KM അബ്ദുൽ ഹക്കീം, KP മുനീർ, പഞ്ചായത്ത് അംഗം PU റജുല, അബു താഹിർ, C ജബ്ബാർ, സൈഫുദ്ദീൻ, PM സാദിഖ് അലി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. മങ്കര ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. ഉറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ പുന്നേക്കാട് റോഡ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും റോഡ് ആവശ്യമാണ്. പക്ഷേ സ്ഥലം വിട്ടുതരാൻ പറയുമ്പോൾ മാത്രം ആർക്കും താല്പര്യമില്ലാത്തൊരവസ്ഥ എല്ലാവിടെയും കാണും. റോഡ് വേണം, പക്ഷെ സ്ഥലം ലേശം നിൽക്കുമോ ചോദിച്ചാൽ അത് കഴിയില്ല. അപ്പോൾ ഇവിടെ അതല്ല ഉണ്ടായത്. ഇവിടെ സ്ഥലം തന്ന് റോഡ് നമുക്ക് പണിയാനുള്ള സൗകര്യം, എല്ലാ സൗകര്യവും ഈ നാട്ടുകാർ ചെയ്തു തന്നു എന്നതിൽ പഞ്ചായത്തിന് വളരെയധികം സന്തോഷമുണ്ട്. മങ്കര ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച പുന്നേക്കാട് പറമ്പ് എഴുത്തശ്ശൻതറ റോഡാണ് നാടിന് സമർപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ വാർഡംഗം VP പാഞ്ചാലി അധ്യക്ഷയായി. ചടങ്ങിൽ വെച്ച് വാർഡംഗം പാഞ്ചാലിയെ നാട്ടുകാർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ ചിലവിട്ടാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി വിജയിച്ച KB ജയദാസ് സത്യപ്രതിജ്ഞ ചെയ്തു. മുള്ളൂർക്കര പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട KB ജയദാസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി VS രേഖയായിരുന്നു റിട്ടേണിംഗ് ഓഫീസർ. ഹെഡ് ക്ലർക്ക് ജെയിംസ് പീച്ചർ നിർവഹണ ചുമതല വഹിച്ചു. തുടർന്ന് നടന്ന സ്വീകരണത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BK തങ്കപ്പൻ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം P സാബിറ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അരുൺ കാളിയത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MA നസീബ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്ന V രഘു, MH അബ്ദുൽ സലാം, CPIM ഏരിയ സെക്രട്ടറി KK മുരളീധരൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് K മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. നല്ല മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം നല്ല ഇടപെടൽ നടത്തുന്നതിൻ്റെയൊക്കെ തെളിവാണ്. പ്രത്യേകിച്ച് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലൂടെ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ കാലാവസ്ഥയിൽ കൂടിയും നല്ല രീതിയിലുള്ള ഒരു പോരാട്ടം തന്നെ ഇവിടെ നടന്നതെങ്കിൽ പോലും പുരോഗമന പ്രസ്ഥാനത്തിന്റെ ആളുകൾ തന്നെ പഞ്ചായത്തിൽ ഭരണത്തിൽ വരണം. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. KSBA തങ്ങൾ അനുസ്മരണവും അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനവും ഓഗസ്റ്റ് 3 ശനിയാഴ്ച പട്ടാമ്പിയിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അനുസ്മരണ യോഗം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസ് പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് KSBA തങ്ങൾ അനുസ്മരണവും അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം PMAY പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനവും നടത്തുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് മേലെ പട്ടാമ്പി രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന അനുസ്മരണ യോഗം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. VK ശ്രീകണ്ഠൻ MP അനുസ്മരണ പ്രഭാഷണവും വീടിന്റെ താക്കോൽദാനവും നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ KR നാരായണസ്വാമി ചടങ്ങിൽ അധ്യക്ഷനാവും. DCC പ്രസിഡന്റ് A തങ്കപ്പൻ, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CAMA കരീം തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും. രാവിലെ 10:30 മണിക്ക് പട്ടാമ്പി രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ വെച്ച് കേരളത്തിലെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവർ അനുസ്മരണ പ്രഭാഷണം നടത്തും. പാലക്കാട് MP ശ്രീ VK ശ്രീകണ്ഠൻ അവർ, അതുപോലെ തന്നെ പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ അവർ, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് CAMA കരീം സാഹിബ്, ജില്ലാ സംസ്ഥാന തലത്തിലുള്ള സംഘടനാ നേതാക്കൾ, പ്രമുഖ വ്യക്തിത്വങ്ങൾ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ആളുകൾ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അവരെല്ലാം പങ്കെടുക്കുന്ന ഒരു
അനുസ്മരണ ചടങ്ങാണ്. സംഘാടക സമിതി ചെയർമാൻ KR നാരായണസ്വാമി, DCC സെക്രട്ടറി P ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ET ഉമ്മർ, AP രാമദാസ് മാസ്റ്റർ, AN രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് AP രാമദാസ്, ഉമ്മർ കീഴായൂർ, K ബഷീർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂരിൽ പാപ്പുള്ളി പത്മനാഭൻ നായർ അനുസ്മരണം നടന്നു. CPIM ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ യോഗം P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗവും ഷൊർണൂർ ലോക്കൽ സെക്രട്ടറിയുമായിരുന്നു പാപ്പുള്ളി പത്മനാഭൻ നായർ. CPM ഷൊർണൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പാപ്പുള്ളി പത്മനാഭൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. അതിനു മുമ്പ് പാർട്ടി ബ്രാഞ്ച് സംഘടിപ്പിച്ചുകൊണ്ട് ബ്രാഞ്ചിന്റെ സെക്രട്ടറിയായിട്ട്, ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ട്, പിന്നീട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായിട്ട്, പിന്നീട് താലൂക്ക് കമ്മിറ്റി മെമ്പറായിട്ട്, മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറിയായിട്ട്, ഈ നിലയിൽ പാർട്ടിയുടെ വിവിധങ്ങളായുള്ള ഘടകങ്ങളിലെ അംഗവും പ്രവർത്തന മികവ് കൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് തന്നെ ഭാരവാഹി സംഘാടകമായി സഖാവ് പാപ്പുള്ളിക്ക് വളരാനും ഉയരാനും മാറാനും കഴിഞ്ഞു എന്നത് തന്നെ. RG പിള്ള അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയകുമാർ, ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, ജില്ലാ കമ്മിറ്റി അംഗം MR മുരളി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MK ജയപ്രകാശ്, M സുരേന്ദ്രൻ, CPM ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, SG മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ തിരുവാതിര പ്രസാദ ഊട്ട് നടന്നു. കർക്കിടക മാസത്തിലെ അവസാന തിരുവാതിരയായ വെള്ളിയാഴ്ച ക്ഷേത്രത്തിലെത്തിയത് നൂറുകണക്കിന് ഭക്തജനങ്ങളാണ്. ക്ഷേത്രത്തിൽ നടന്ന രാമായണ പാരായണത്തിന് രവീന്ദ്രൻ നേതൃത്വം നൽകി. മാസം തോറും തിരുവാതിര നാളിൽ ക്ഷേത്രത്തിൽ പ്രസാദ ഊട്ട് നൽകി വരുന്നുണ്ട്. കാരണം നമ്മൾ ഈ മനസ്സിലാക്കുന്ന രീതിയിലുണ്ടാകുന്ന വ്യത്യാസം നമ്മൾ മനസ്സിലാക്കാണ്ട് നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ആ ബാല്യഗിരിവ യുദ്ധം നോക്കി നോക്കൂ. അവിടെ ഒരു ചെറിയ തെറ്റിദ്ധാരണ അല്ലേ, സുഗ്രീവന്റെ തെറ്റാണോ അത് പറഞ്ഞു അല്ലേ? ഞാൻ മരിക്കുകയാണെങ്കിൽ അതിനുള്ളിൽ ഞാൻ മരിക്കുകയാണെങ്കിൽ പാല് വരും, ചോര വരും, പാല് വരും. ഈ പാലും ചോരയും തമ്മില. പക്ഷെ ആ അസുരൻ ചെയ്തു നേരെ വിപരീതാക്കി. പാറടച്ച് അസുരൻ വരാതിരിക്കാൻ വേണ്ടി പാറടച്ചിട്ടാണ് സുഗ്രീവൻ പോയത്. പക്ഷെ പാല് ചിന്തിച്ചതോ പാല് നേരെ തെറ്റായി തിരിച്ചു നോക്കിയോ. ഇതാണ് മായ. വാണിയംകുളം ചോറോട്ടൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ 4ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഓഗസ്റ്റ് 4 മുതൽ 11 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് നവീകരിച്ച അഗ്രശാല സമർപ്പണം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി നിർവഹിക്കും. കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. 10 ലക്ഷം രൂപ ചെലവിലാണ് ക്ഷേത്രത്തിൽ അഗ്രശാല നവീകരിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പാരമ്പര്യ ട്രസ്റ്റി PM നാരായണൻ നമ്പൂതിരി യജ്ഞശാല സമർപ്പണ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ടുമന പ്രമോദ് നമ്പൂതിരിപ്പാട് മുഖ്യാതിഥിയാകും. നിത്യേന രാവിലെ 7 മുതൽ 8:30 വരെയും 9:15 മുതൽ പകൽ 1 മണി വരെയും പകൽ 2 മുതൽ 4 വരെയും വൈകിട്ട് 4:30 മുതൽ 6:15 വരെയുമാണ് ഭാഗവത പാരായണവും പ്രഭാഷണവും നടക്കുക. യജ്ഞം 11-ന് സമാപിക്കും. ചോറോട്ടൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ 3/8/24 ശനിയാഴ്ച കാലത്ത് 8:30 മണി മുതൽ 8 മണിക്ക് ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ട് മനക്കൽ പ്രമോദ് നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, ആനയൂട്ട്, ഔഷധ സേവ എന്നിവ നടക്കും. 4/8/24 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ക്ഷേത്രത്തിലെ നവീകരിച്ച അഗ്രശാല സമർപ്പണം ബഹുമാനപ്പെട്ട മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ MR മുരളി നിർവഹിക്കും. ഏതാണ്ട് 10 ലക്ഷം രൂപയാണ് അഗ്രശാല നിർമ്മാണത്തിന് വേണ്ടി ചെലവ് ചെയ്തിട്ടുള്ളത്. ചടങ്ങിൽ പാരമ്പര്യ ട്രസ്റ്റി ശ്രീ PM നാരായണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷനായിരിക്കും. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ C മോഹൻദാസ്, പാരമ്പര്യ ട്രസ്റ്റി PM നാരായണൻ നമ്പൂതിരിപ്പാട്, ട്രസ്റ്റിമാരായ N സേതുമാധവൻ, E ദേവദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പി പാലത്തിന് മുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പോലും രാഷ്ട്രീയം കലർത്തുന്ന നിലപാടുകളാണ് MLA ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുന്നതെന്ന് കോൺഗ്രസ്. പാലത്തിലേക്ക് LDF അനുകൂല യുവജന സംഘടനകളെ മാത്രം പ്രവേശിപ്പിച്ച ഇടത് ജനപ്രതിനിധികളുടെയും പോലീസിന്റെയും നടപടി പ്രതിഷേധാർഹം. പുതിയ പാലം നിർമ്മിക്കാൻ എന്താണ് തടസ്സമെന്ന് സർക്കാരും സ്ഥലം MLAയും വ്യക്തമാക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ.
അപകട മേഖലയെന്ന് അധികൃതർ കണ്ടെത്തുന്ന പ്രദേശങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ ജനങ്ങൾ മടി കാണിക്കരുതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. തൃശൂർ ജില്ലയിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയം. കളക്ട്രേറ്റിൽ ജില്ലാതല അവലോകന യോഗം. ജില്ലയിൽ മഴ കുറഞ്ഞെങ്കിലും ജാഗ്രത വെടിയരുതെന്ന് ഉദ്യോഗസ്ഥർക്ക് മന്ത്രിയുടെ നിർദ്ദേശം. ഷൊർണൂർ കൃഷിഭവനിൽ നടന്ന മോഷണത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം. വിവിധ പരാതികളിൽ വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ നിലനിൽക്കെ കൃഷിഭവനിൽ നിന്ന് നഷ്ടപ്പെട്ടത് സുപ്രധാന ഫയലുകളെന്ന് കർഷകർ. കമ്പ്യൂട്ടറോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ നഷ്ടപ്പെട്ടിട്ടില്ല. മുഖ്യമന്ത്രിക്കും കൃഷിമന്ത്രിക്കും ഷൊർണൂർ കാരക്കാട് പാടശേഖര സമിതി പരാതി നൽകി. മാന്നന്നൂർ ഉരുക്കുതടയണ പുനർനിർമ്മാണത്തിന്റെ തുടർ പ്രവൃത്തികൾ. പുഴയിലെ ശക്തമായ ഒഴുക്ക് കുറഞ്ഞാൽ പുനരാരംഭിക്കുമെന്ന് പി മമ്മിക്കുട്ടി MLA. പുഴ ഗതിമാറി ഒഴുകുന്ന സാഹചര്യം ഇപ്പോഴുമുണ്ട്. തടയണ പുനർനിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും MLA. ഉരുക്കുതടയണ പ്രദേശം MLA സന്ദർശിച്ചു. വല്ലപ്പുഴ പൊന്മുഖം മലയിലെ മണ്ണെടുപ്പ് സംബന്ധിച്ച പരാതിയെ തുടർന്ന് പ്രദേശത്ത് ഉദ്യോഗസ്ഥരുടെ പരിശോധന. മുഹമ്മദ് മൊഹ്സിൻ MLAയുടെ നേതൃത്വത്തിൽ ജിയോളജി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. മഴ ശക്തമായി തുടരുകയാണെങ്കിൽ മണ്ണിടിച്ചിൽ സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് ഉദ്യോഗസ്ഥ സംഘം. റോഡ് തകർച്ചയ്ക്കെതിരെ മണ്ണൂരിൽ മുസ്ലിം ലീഗ് പ്രതിഷേധം. പള്ളിപ്പടി മങ്കര റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്ന ആവശ്യം. ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം. കർക്കിടക വാവുബലിക്ക് നിലയോരത്തെ പുണ്യകേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങളായി. പിതൃക്കളുടെ ആത്മശാന്തിക്കായി ബലിതർപ്പണം നടത്തുക ആയിരങ്ങൾ. പ്രതികൂല കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രത വേണമെന്ന അധികൃതർ. ബലിയിടൽ ചടങ്ങുകൾ പുലർച്ചെ ആരംഭിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.